അതിലുപരി ഇത്ര മെമ്പർമാരുണ്ടാകണം, നിയമസഭയിൽ ഇത്ര, ലോക്സഭയിൽ ഇത്ര, അതിനൊക്കെ ചില കണക്കുകളുണ്ട്. ആ മാനദണ്ഡം പാലിക്കാത്തതുകൊണ്ട് CPIയുടെ ദേശീയ അംഗീകാരം ഇപ്പം തന്നെ നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. CPMൻ്റെ അംഗീകാരം ഇങ്ങനെ തുലാസിൽ നിൽക്കുകയാണ്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലെ പ്രകടനം പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. ബാലേട്ടൻ പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. എന്റെ സ്വഭാവം അങ്ങനെ, ഞാൻ വെക്കുമ്പോൾ എല്ലാവർക്കും തോന്നു കൊള്ളും, അത് പലരും മനസ്സിലാക്കിയാൽ കൊള്ളാം. പക്ഷേ പുള്ളി പറഞ്ഞതിൽ ചെറിയൊരു അപാകത കടന്നു കൂടിയിട്ടില്ലേ എന്നെനിക്ക് സംശയമുണ്ട്. അതേപോലെ ദേശീയ അംഗീകാരം നഷ്ടപ്പെട്ടാൽ പിന്നെ സ്വതന്ത്ര പാർട്ടിയായിട്ട് മാറുന്നത്. സ്വതന്ത്ര പാർട്ടി എന്നൊരു പാർട്ടിയില്ല, എല്ലാ പാർട്ടിയും സ്വതന്ത്ര പാർട്ടിയാണ്. ദേശീയ അംഗീകാരം നഷ്ടപ്പെട്ടാൽ CPM ഒരു സംസ്ഥാന പാർട്ടിയായിട്ട് മാറും. പാർട്ടിക്കാർക്ക് കേരളത്തിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ തന്നെ മത്സരിക്കാം. അതുകൊണ്ടല്ല ഞാൻ കൊളോക്കിലായിട്ട് പറഞ്ഞതാ. അതിന് ത്രാസ് അടയാളമോ അല്ലെങ്കിൽ എന്താണ് തൂക്കക്കട്ടി അടയാളമോ അല്ലെ അദ്ദേഹം തന്നെ പറഞ്ഞ പോലെ എലിപ്പട്ടി അടയാളമൊന്നും സ്വീകരിക്കേണ്ടി വരില്ല. പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രശ്നവും. ഇപ്പോൾ ജാർഖണ്ഡിൽ ഏതെങ്കിലും ഒരു CPMകാരൻ മത്സരിക്കുകയാണെങ്കിൽ അവിടെ ഈ പറഞ്ഞ പോലെ നീരാളിയോ അല്ലെങ്കിൽ പെരിച്ചാഴിയോ അതുമല്ലെങ്കിൽ ഇരട്ടവാലം മുഴുവോ നിനക്കിതൊക്കെ എവിടെ നിന്ന് കിട്ടി? ഞാഞ്ഞൂളോ അല്ലെങ്കിൽ തേരട്ടയോ ഒക്കെ അടയാളത്തിൽ മത്സരിക്കേണ്ടതായിട്ട് വരും. അവിടെ അദ്ദേഹം പറഞ്ഞാൽ ഒരു കാര്യം കൂടിയുണ്ട്, അതായത് സത്യമാണ്, ഈ കൊള്ളാവുന്ന ചിഹ്നങ്ങളൊക്കെ മറ്റാളുകൾ കൊണ്ടുപോയി, അതുകൊണ്ട് എലിപ്പട്ടി മുതലായ ചിഹ്നങ്ങളൊക്കെ വേണ്ടി വരും. അദ്ദേഹം മറ്റേ ഒക്ടോപ്പസ് എന്നാണ് പറഞ്ഞത്, നീരാളി, അതൊരു ചിഹ്നമായിട്ട് അനുവദിക്കപ്പെടാനുള്ള സാധ്യത കുറവാണ്. കാരണം ഈ മൃഗങ്ങളുടെ പക്ഷികളുടെ ഒന്നും ഇനി ചിഹ്നമായിട്ട് കൊടുക്കാൻ പാടില്ലെന്നുണ്ട്. അല്ലെങ്കിൽ പെരിച്ചാഴി കിട്ടാമായിരുന്നു, നല്ല ചിഹ്നമാണ്. CPMൻ്റെ നിലവാരത്തിനും ആസ്തിക്കും പ്രശസ്തിക്കും ഒക്കെ ഒത്ത ഒരു ചിഹ്നം നമ്മുടെ സഖാവിന് പെരിച്ചാഴി അടയാളത്തിന് വോട്ട് ചെയ്യുക എന്ന് പറയാം. അല്ലെങ്കിൽ അതിനേക്കാൾ നല്ല വേറൊരു ചിഹ്നമുണ്ട്, മരപ്പട്ടി. ക്ലിഫ് ഹൗസിൽ തന്നെയാണ് താമസിക്കുന്നത്. മരപ്പട്ടി അടയാളത്തിൽ സഖാവിനെ വിജയിപ്പിക്കുക. പറയാൻ കുഴപ്പമില്ല, പക്ഷേ ഈ മരപ്പട്ടി ചിഹ്നമാക്കാൻ പറ്റുകയില്ല. കാരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പണ്ടേ വിലക്കിയിട്ടുണ്ട്. അത് ബാലേട്ടൻ അറിയാത്തതുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഈ പക്ഷികളെയും മൃഗങ്ങളെയും ഒന്നും ഇനി മേലിൽ ചിഹ്നമാക്കാൻ പാടില്ലെന്ന് ശേഷനിരിക്കുന്ന സമയത്ത് ഒരു ഓർഡർ പാസ്സാക്കിയിട്ട് അത് പിന്നെ മൃഗങ്ങളെ ആർക്കും ചിഹ്നമായിട്ട് കൊടുക്കാറില്ല. ഏതായാലും ഈ മരപ്പട്ടി അല്ലെങ്കിൽ അന്യതാ മറ്റു വിധത്തിൽ നല്ലൊരു ചിഹ്നം ആകുമായിരുന്നു. ബാലേട്ടന് അത്രയും ചിന്ത പോയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് പറയേണ്ടിയിരുന്നത്. പെരിച്ചാഴി അല്ലെങ്കിൽ മരപ്പട്ടിയായിരിക്കും നമ്മുടെ പാർട്ടിക്ക് ചിഹ്നമായിട്ട് കിട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പാർട്ടിക്കാർ ഉന്മേഷത്തോടെ പ്രവർത്തിക്കും. പാർട്ടിക്ക് നിശ്ചയ ശതമാനം വോട്ടും സീറ്റും കിട്ടാൻ വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുമായിരുന്നു. നീ വിഷമിച്ചിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴി തങ്ങില്ല. ഇതങ്ങനെയല്ലല്ലോ, വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ. പക്ഷേ ബാലേട്ടൻ പറഞ്ഞാലേ രസകരമായ ഭാഗം ഇതല്ല, അത് മാധ്യമങ്ങളായ രീതിയിൽ പ്രാധാന്യം കൊടുത്തില്ല. അദ്ദേഹം പറഞ്ഞത് ഈ നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് സംസ്ഥാനത്ത് ഇടതുപക്ഷ സർക്കാരിനെ കുറിച്ചുള്ളൊരു വിധിയെഴുത്തായിരിക്കും എന്നാണ്. അങ്ങനെ പറയാനുള്ള ധൈര്യം, അങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം ഗോവിന്ദ മാഷിനില്ല. അങ്ങനെ പറയാനായിട്ട് മുഹമ്മദ് റിയാസിന് പറ്റുകയില്ല, കാരണബോധത്തിന് ഒട്ടും പറ്റുകയില്ല. കാരണം തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഏതാണ്ട് ഏതിലായിരിക്കും എന്ന് നമുക്കറിയാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എത്ര സീറ്റ് ജയിക്കാൻ പറ്റും? 4 അല്ലെങ്കിൽ 5 സീറ്റ് ഏറ്റവും കൂടുതൽ ജയിക്കും. അതിൽ കൂടുതൽ ജയിക്കാനുള്ള സാധ്യത വളരെ വളരെ വിദൂരമാണ്. വെരി ഗുഡ്, പ്രാർത്ഥന ഏറ്റു തുടങ്ങി. ഇത്തവണ 18ലോ 17ലോ തോറ്റു കഴിഞ്ഞാൽ സർക്കാരിനെതിരായ വിധിയെഴുത്താകും എന്ന് ബാലേട്ടൻ പറയുന്നതിൻ്റെ ആന്തരാർത്ഥം എന്താണ്? അതിൻ്റെ ആന്തരാർത്ഥം വളരെ വ്യക്തമാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ബാലേട്ടൻ ആൾ കുസൃതിക്കാരനാണ്. MLA സ്ഥാനവും മന്ത്രിസ്ഥാനവും പോയതിന് ശേഷം ഭാര്യയ്ക്ക് ഒരു സീറ്റ് പോലും കിട്ടാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ഇതുപോലുള്ള അടികൾ തുടർന്നും അടിച്ചുകൊണ്ടേയിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. പാട്ടുകൾ ഇനിയും തുടരട്ടെ, തെരഞ്ഞെടുപ്പിനെ അദ്ദേഹം കുറച്ചും കൂടി രസകരമാക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇവിടെ തൽക്കാലം അവസാനിപ്പിക്കുന്നു. പാർട്ടിയുടെ ചിഹ്നം പെരിച്ചാഴി ആയാലും അതെല്ലാം മരപ്പട്ടി ആയാലും നമുക്ക് സന്തോഷമുള്ളൂ എന്നൊരിക്കൽ കൂടി കൂട്ടിച്ചേർക്കും. ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിന് പകരം നമ്മുടെ അംഗീകാരം ഇല്ലാതാക്കിയാൽ ഇലക്ഷൻ കമ്മീഷൻ തരാൻ പോകുന്നത് അവർക്ക് ഇഷ്ടപ്പെട്ട ചിഹ്നമായിരിക്കും. ഏതാണ്ട് വയ്യാളുകളുടെ ചിഹ്നമൊക്കെ അവർ വീഴ്ചെടുത്തത് ഏത് മുതൽ സൈക്കിൾ വരെയുണ്ട്. നമുക്ക് തരിക ഈനാം പേജ്, അല്ലെങ്കിൽ എലിപ്പട്ടി, അല്ലെങ്കിൽ തേള്, അല്ലെങ്കിൽ ഒക്ടോപ്പസ്.
നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ആ ദുര്യോഗത്തിലേക്ക് ഈ പാർട്ടിയെ നയിച്ചത് ആരാണ്, എന്തുകൊണ്ടാണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഒന്നാം UPA സർക്കാർ വരുന്ന സമയത്ത് അവരെ പിന്തുണച്ചുകൊണ്ട് ഏതാണ്ട് 40-ലധികം MP-മാരാണ് CPM-ന്റെ ഭാഗത്തു നിന്ന് മാത്രം ഉണ്ടായിരുന്നത്. CPI-യുടെ ഭാഗത്തു നിന്ന് ഏതാണ്ട് 10 MP-മാർ വേറെയും ഉണ്ടായിരുന്നു. ഇന്ന് നാമമാത്രമായ വിരലിലെണ്ണാവുന്ന സാന്നിധ്യമായിട്ട് CPM എന്നുള്ള രാഷ്ട്രീയ കക്ഷി മാറുമ്പോൾ, ഇടത് പാർട്ടികൾ മൊത്തത്തിൽ മാറുമ്പോൾ അതിൻ്റെ അപജയത്തിന് കാരണം നിങ്ങൾ തന്നെയാണ് എന്നും നിങ്ങളുടെ നയങ്ങളാണ് എന്നും ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയുക. അതല്ലാതെ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ പരമാവധി അങ്ങ് വോട്ട് ചെയ്തതുകൊണ്ട്, നാഷണൽ പാർട്ടി എന്നുള്ള ഒരു സ്റ്റാറ്റസ് കിട്ടിയതുകൊണ്ടോ ചിഹ്നം നിലനിർത്തിയതുകൊണ്ടോ പ്രത്യേകിച്ച് ഒന്നും തന്നെ നേടാനില്ല എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നല്ലാതെ ഇലക്ട്രൽ ബോണ്ടൊന്നും വാങ്ങാതെ വ്യവസായം നടത്താൻ പറ്റുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം. ഇവിടെ ഒരു ബോണ്ടും വേണ്ട, നേരെ ഓൺലൈനിൽ അപ്ലൈ ചെയ്താൽ ആർക്കും നിയമാനുസൃതം വ്യവസായങ്ങൾ നടത്താം. എത്ര തമാശയുള്ള വാക്കുകളാണെന്ന് ആലോചിച്ച് നോക്കുക. സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞു. കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വ്യവസായമാണ് CMRLൻ്റേത്. CMRLൻ്റെ ആൾക്കാർ തന്നെ, ആ കമ്പനിയുടെ ആൾക്കാർ തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളോട് പറഞ്ഞത് ഇവിടെ ബിസിനസ്സൊക്കെ തന്നെ നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ രാഷ്ട്രീയക്കാർക്ക്, മാധ്യമങ്ങൾക്ക് തന്നെ പണം നൽകണം, അതല്ലാതെ ഇവിടെ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാൻ കഴിയില്ല എന്നാണ്. നമ്മളെയാണല്ലോ മച്ചമ്പി. അതിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ കയ്യിലൊക്കെ സൂക്ഷിച്ചിരുന്ന പേപ്പറുകളിൽ PV, KK, IK, RC, OC എന്നൊക്കെ പേരുകളൊക്കെ ഇട്ടതിന് ശേഷം അതിൽ പലർക്കും കൊടുത്തിരിക്കുന്ന പണത്തിനെ പറ്റി എഴുതി വെച്ചിരുന്നത്. അപ്പോൾ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയാലും ഇല്ലെങ്കിലും മറ്റു മാർഗങ്ങളിൽ കൂടി ധനസമ്പാദനത്തിന് വേണ്ടിയിട്ട് സാധിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ള പാർട്ടികളെയൊക്കെ നയിക്കുന്നത് എന്നുള്ളത് മന്ത്രി ശ്രീ രാജീവ് ഒന്ന് ഓർത്താൽ നന്നായിരിക്കും എന്ന്. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.